Asylum Learning Shwetavas ആണ്. അപ്പൊ നമ്മുടെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് മാത്സ് പരീക്ഷയാണ്. അടിപൊളിയായിട്ട് എന്റെ മക്കൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് മിസ്സിന് അറിയാം. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം അല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വില പട്ടികയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മിസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മളുടെ വില പട്ടികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേട്ടോ. സോ അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കണം. സോ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. അരുൺ ഈ കടയിൽ നിന്നും എത്രയാണ് 8 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം 500 ഗ്രാം പഞ്ചസാരയും 500 ഗ്രാം ഉഴുന്നും 1 കിലോഗ്രാം ഉപ്പ് എന്നിവ വാങ്ങി. എങ്കിൽ അരുണിന് പായസക്കൂട്ട് സമ്മാനമായി ലഭിക്കുമോ? എന്തുകൊണ്ട് എന്നാണ് നമ്മളുടെ ചോദ്യം അല്ലേ. അരുൺ bought 8 kilograms of rice from this shop, 1 kilogram 500 kilograms of sugar, 500 grams black gram and 1 kilogram salt. If so, will Arun get പായസക്കൂട്ട് ആസ് എ ഗിഫ്റ്റ് ആൻഡ് വൈ എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പൊ മക്കളെ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? 8 കിലോ അരി എന്ന് പറയുമ്പോൾ 1 കിലോ അരിക്ക് 35 രൂപയാണ്. അങ്ങനെയെങ്കിൽ 8 കിലോ അരിക്ക് എത്രയായിരിക്കും? 35 ഗുണം 8 അല്ലേ. 5 into 8 എന്ന് പറയുന്നത് 40 ആണ്. 3 into 8 3 ഗുണം 8 24 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 280 വരും. ഇനിയോ 1 കിലോഗ്രാം 500 ഗ്രാം ഷുഗർ അല്ലേ. 1 കിലോഗ്രാം ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം പഞ്ചസാരക്ക് 40 രൂപയാണ്. 500 ഗ്രാം പഞ്ചസാരക്ക് എത്രയായിരിക്കും മക്കളെ? 1 കിലോഗ്രാമിന് 40 രൂപയാണെങ്കിൽ 1/2 കിലോഗ്രാമിന് എത്രയായിരിക്കും? അതെ 40ന്റെ പകുതിയായ 20 ആയിരിക്കും. സോ 60 രൂപ അല്ലെ. 60 നമ്മൾ ആഡ് ചെയ്തു. പിന്നെ അതിന്റെ കൂടെയോടാ 500 ഗ്രാംസ് ബ്ലാക്ക് ഗ്രാം എന്നല്ലേ. 500 ഗ്രാം ആണ് എന്തുള്ളത്? നമ്മളുടെ ഉഴുന്നുള്ളത്. അപ്പൊ ഉഴുന്ന് നോക്കിക്കേ, ഇവിടെ എവിടെയാണ് നമ്മളുടെ ഉഴുന്ന് തന്നിട്ടുള്ളത്? അതാ 140 140 ഉഴുന്ന് തന്നിട്ടുണ്ട്. 500 ഗ്രാം ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാമിനാണ് 140. അപ്പൊ 500 ഗ്രാമിന് എത്രയായിരിക്കും? 140ന്റെ പകുതി 70 അല്ലേ. 140ന്റെ പകുതി എന്ന് പറയുമ്പോൾ 70. ഇനിയോ 1 കിലോഗ്രാം ഉപ്പും വാങ്ങിയിട്ടുണ്ടല്ലേ. ഉപ്പ് ഇതാ അവിടെ തന്നിട്ടുണ്ട് 10 രൂപയാണെന്നുള്ളത്. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നോക്കാം അല്ലേ. സോ ഇവിടെ എന്ത് ചെയ്താൽ മതിയടാ? നമ്മൾ 8ഉം 6ഉം 7ഉം 1ഉം കൂടെ നമ്മൾ കൂട്ടണം അല്ലേ. സോ 8ഉം 1ഉം കൂട്ടിയാൽ 9, 9ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 15 കിട്ടും അല്ലേ. 15നോട് എന്ത് ചെയ്യണം? 7 കൂട്ടണം. സോ ഇവിടെ 12 22 അല്ലേ. ഇവിടെ 0 ഇവിടെ 2 ഇവിടെ 2 അല്ലേ. 420 420 ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. അപ്പൊ അരുണിന് പായസക്കൂട്ട് കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. 500 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങിയാൽ ഒരു പാക്കറ്റ് പായസക്കൂട്ട് സമ്മാനം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും? പായസക്കൂട്ട് കിട്ടില്ല. കാരണം എന്താണ്? 420 രൂപയേ ആയിട്ടുള്ളൂ. 500ന് മേലെ പോയാലാണ് നമുക്ക് പായസക്കുട്ടി ഫ്രീ ആയിട്ട് കിട്ടുക അല്ലെ. അടുത്ത ചോദ്യം നോക്കാം. ഇല്ലെങ്കിൽ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി എത്ര രൂപയ്ക്ക് കൂടി സാധനം വാങ്ങണം? ഏത് സാധനം വാങ്ങണം? ഇഫ് നോട്ട് ഹൗ മച്ച് മോർ ഷുഡ് ഐ ബൈ ടു ഗെറ്റ് ദ ഗിഫ്റ്റ്, വിച്ച് ഐറ്റം ടു ബൈ എന്നാണ് ചോദിച്ചത്. മക്കളെ 420 ആണ് ആകെ ആയിട്ടുണ്ടായിരുന്നത്. ഇത് 500 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതെ 80 നമ്മൾ കൂടെ കൂട്ടണം അല്ലെ. 80 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 500 ആകുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പായസക്കൂട്ട് സമ്മാനമായിട്ട് കിട്ടും അല്ലേ. അത് വാങ്ങണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് വാങ്ങണമെങ്കിൽ നമുക്ക് 80 രൂപയ്ക്കുള്ള എന്തൊക്കെ ഇവിടെ ഉണ്ട്? ഒരു കടുക് വാങ്ങാം അല്ലെ. കടുക് വാങ്ങാം, അതുപോലെ ചെറുപയർ വാങ്ങാം. ഇതിൽ ഏതെങ്കിലും 2 വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് സമ്മാനമായിട്ട് കിട്ടും അല്ലേ. ഓക്കേടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.